എൻ്റെ അനുഭവത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സിനിമ പഠിക്കാൻ വേണ്ടി സാറിൻ്റെ കൂടെ ചേരുമ്പോൾ ഞാൻ ആദ്യമായി ശ്രദ്ധിച്ച ഒരു സംഗതി തന്നെയാണത്. കമൽ സാറിനുള്ള സൗഹൃദങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാറിൻ്റെ സെറ്റിലെ അന്തരീക്ഷം, കല പഠിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുക, പക്ഷെ പഠിക്കാൻ പറ്റും. ആ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ, അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം അത് എത്രത്തോളം കലാപ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് സിനിമ പോലുള്ള സമ്പൂർണ്ണ കലയെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരുപാട് പേര് ഒരുമിച്ച് ഒരേ പേജിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, എല്ലാവർക്കും മനുഷ്യരെ പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് സത്യത്തിൽ ഞാൻ അനുഭവിച്ച് പഠിച്ചത് കമൽ സാറിൻ്റെ സെറ്റുകളിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യരും തമ്മിലുള്ള ആ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൂക്ഷിക്കുന്നതിൽ എന്നെ പലപ്പോഴും ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നെങ്കിലും എന്നെ സുഹൃത്തെന്ന് പറഞ്ഞാണ് പല വേദികളിലും സാറ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കമൽ സാറ് ഉണ്ടാക്കിയ അന്തരീക്ഷം എൻ്റെ സെറ്റുകളിലും ഉണ്ടാക്കാൻ ഞാൻ അറിയാതെയെങ്കിലും അറിയാതെയൊക്കെ അത് എന്നിലെ മനുഷ്യനെയാണ് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഞാൻ വർക്ക് ചെയ്ത ആദ്യ സിനിമ കഴിഞ്ഞ് എനിക്ക് പല യാത്രകളും, അന്നത്തെ കാലത്ത് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, അത് കമൽ സാറിന് അറിയില്ലായിരുന്നു, പക്ഷേ എന്നെ വണ്ടി ഓടിക്കാൻ കൂട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ വണ്ടി ഓടിക്കുകയും സാറ് സൈഡിലിരുന്ന് ഈ സാറ് പറഞ്ഞ പോലത്തെ ഒരുപാട് അനുഭവങ്ങൾ, അത് PN മേനോൻ സാറിൻ്റെ വീട്ടിൽ കമൽ സാറ് ജീവിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ, അതിനുശേഷമുള്ള മലയാള സിനിമയിലെ ചരിത്രത്തിൽ തന്നെ വരൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം നീണ്ട യാത്രകൾക്കിടയിൽ കേട്ടുപോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഥാബീജം, ഒരു ഐഡിയ എങ്ങനെയാണ് ഒരു തിരക്കഥയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അതൊരു സിനിമയായി ഷൂട്ട് ചെയ്യുന്നത്, അതിന് തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ വളരെ അടുത്ത് എൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അനുഭവിക്കാനുള്ള, ഇപ്പോൾ പെരുമഴക്കാലം റസാക്ക് സാറിനെ വിളിച്ച് പറയുന്നത് ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ബീജം തന്നെ, ആ ഒരു ഐഡിയ തന്നെ ആ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം, മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്രൊഫഷണൽ സ്പേസുകളിലും ഒക്കെ അനുഭവിക്കാനും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവാനും സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊരു മ്യൂസിക് വീഡിയോയുടെ ഉദ്ഘാടനത്തിനാണ് കമൽ സാറ് മഹാരാജസിൽ വരുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ മറ്റൊരു സുഹൃത്ത് കൊടുങ്ങല്ലൂർക്കാരനുമായിട്ടുള്ള അഫ്സലാണ് സാറിന് എന്നെ പരിചയപ്പെടുത്തുന്നത്. അഫ്സലിനെ ഞാൻ ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ആ പരിചയമാണ് ശരിക്കും എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. പിന്നീടുള്ള ഒരു 7 വർഷത്തോളം ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയും ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളിലൂടെ, സിനിമകളിലൂടെ കടന്നു പോകാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 40 വർഷക്കാലം മലയാള സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട സിനിമകളുടെ അമരക്കാരനായി പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നീട് കേരള ചലച്ചിത്ര അക്കാദമി, മലയാള സിനിമയുടെ തൊഴിലാളി സംഘടനയുടെ നേതൃത്വം തുടങ്ങി നിരവധിയായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഉള്ള ഇടപെടൽ, നിലപാടുകളെല്ലാം തന്നെ ഏറ്റവും റെലവൻ്റായി ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്ന ഒരു മഹാനായ ചലച്ചിത്രകാരൻ്റെ കൂടെ വർഷങ്ങളോളം ജീവിക്കാൻ പറ്റി, വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമായി തന്നെ കാണുന്നു. സാറിന് എല്ലാ ആശംസകളും. സാർ ഇവിടെ സൂചിപ്പിച്ച സിനിമ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്നോടും സാറ് മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിരിക്കും. ആ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.